ഖാദി മേഖലയോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണന തുടരുകയാണ്. എന്റെ ഗ്രാമം പദ്ധതിയിൽ സബ്സിഡി ഇനത്തിൽ മാത്രം 16 കോടിയിലധികം രൂപയാണ് കൊടുത്തു തീർക്കാനുള്ളത്. നടപ്പ് സാമ്പത്തിക വർഷം ബജറ്റിൽ വകയിരുത്തിയ 2.8 കോടി രൂപയിൽ 83 ലക്ഷം രൂപ മാത്രമാണ് ചെലവഴിച്ചതെന്നും നിയമസഭാ രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. പ്രജിത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രജിത്ത്, എന്തുകൊണ്ടാണ് മുഴുവൻ തുക കൊടുത്തു നൽകാൻ സാധിക്കാത്തത്? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? സംസ്ഥാന ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന് കീഴിൽ ഒരു വില്ലേജിൽ ഒരു ഗ്രാമ വ്യവസായം എന്ന ലക്ഷ്യവുമായിട്ടായിരുന്നു ഇത്തരത്തിലൊരു പദ്ധതി അത് ആരംഭിച്ചിരുന്നത്. വളരെ മാതൃകാപരമെന്ന് വിലയിരുത്തപ്പെട്ടിരുന്ന ഒരു പദ്ധതി കൂടിയായിരുന്നു. എന്നാൽ വർഷങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ പദ്ധതിയോട് സംസ്ഥാന സർക്കാരിന് ഒരു താല്പര്യവുമില്ല. പൂർണ്ണമായും ഈ ഖാദി മേഖലയിൽ നടപ്പിലാക്കേണ്ട വലിയ മാറ്റങ്ങൾ ഉണ്ടാകേണ്ട ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഗുണകരമാകേണ്ട ഒരു പദ്ധതിയെ സർക്കാർ പൂർണ്ണമായും അവഗണിക്കുകയാണ്. ഈ അവഗണനയുടെ തെളിവുകളാണ് ഈ പദ്ധതിയുടെ കാതലായ നടത്തിപ്പിന് കാതലായ മാർഗമായിരുന്ന സബ്സിഡി എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽ സർക്കാർ അനുവദിക്കുമെന്ന് പറഞ്ഞ തുക അത് ഒട്ടും തന്നെ നൽകാത്തൊരു സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത്. 16 കോടി രൂപയിലധികമാണ് നിലവിൽ സംസ്ഥാനത്ത് സബ്സിഡിയായി ഈ രീതിയിൽ വ്യവസായങ്ങൾ ആരംഭിച്ചവർക്ക് സർക്കാർ നൽകാനുള്ളത്. ഇതോടെ ഈ ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന് കീഴിൽ എൻ്റെ ഗ്രാമം സ്വയം തൊഴിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വ്യവസായങ്ങൾ ആരംഭിച്ചവരെല്ലാം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയിരിക്കുന്നു. ഇതിലൊരു കണക്കുകൾ നോക്കുമ്പോൾ കണ്ണൂരിൽ മാത്രം 5.48 കോടി രൂപ സർക്കാർ കുടിശ്ശിക വരുത്തിയിട്ടുണ്ട്. കാസർഗോഡ് 4 കോടിയിലധികവും വയനാട്ടിൽ 1.5 കോടിയിലധികവും കുടിശ്ശിക വരുത്തിയിട്ടുണ്ട്. ഇതിൽ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, നടപ്പ് സാമ്പത്തിക വർഷം ബജറ്റിൽ ഈ എൻ്റെ ഗ്രാമം പദ്ധതിക്കായി ഏതാണ്ട് 2.8 കോടി രൂപ സർക്കാർ വകയിരുത്തിയിരുന്നു. പക്ഷേ ആ തുകയിൽ ആകെ ചെലവഴിച്ചത് 83,66,453 രൂപ മാത്രവും. അതായത് കഴിഞ്ഞ ബജറ്റിൽ അനുവദിച്ച തുക പോലും സർക്കാർ ഈ പദ്ധതിക്ക് വേണ്ടി അതിൻ്റെ ഒരു പകുതി പോലും ചെലവഴിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളൊരു വലിയ വീഴ്ച നിലനിൽക്കുന്നു. ഒന്ന്, ഗ്രാമീണ വ്യവസായങ്ങളെ സംരക്ഷിക്കുമെന്നും തൊഴിലാളി വിഭാഗങ്ങളെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരുമെന്നും അവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുമെന്നുമൊക്കെ നാഴികയ്ക്ക് 40 വട്ടം ആവർത്തിക്കുന്ന ഒരു സർക്കാർ തന്നെയാണ് ഇത്രയധികം ആളുകൾക്ക്, ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഗുണകരമാകേണ്ട ഒരു പദ്ധതിയെ അവഗണിച്ചില്ലാതാക്കുന്നത്. ദേവിക.